നമ്മുടെ കുടുംബത്തിൽ ഒരനുഗ്രഹമാകാൻ പറ്റുന്നില്ല. ഒരനുഗ്രഹമുള്ളൊരു ഭർത്താവാകാൻ വീട്ടിൽ പറ്റുന്നുണ്ടോ? ഒരനുഗ്രഹമുള്ളൊരു ഭാര്യയാകാൻ, ഒരു അമ്മയാകാൻ നിങ്ങൾക്കൊരാൾക്ക് പറ്റുന്നുണ്ടോ? ഇന്നൊരു യുവാക്കളെ വരെ ചിന്തിച്ചാൽ അവർ പറയും, മാതാപിതാക്കൾ പറയും, അവരെ കൊണ്ട് മടുത്തു, ഒരനുഗ്രഹമാകാൻ പറ്റുന്നില്ല. ഏത് ജീവിതാന്തസ്സിൽ പെട്ട് നയിക്കുന്നവരാണെങ്കിലും പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഒരു അനുഗ്രഹമുള്ള ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കുടുംബം, ഞങ്ങൾ മൈസൂര് ധ്യാനത്തിന് പോയപ്പോൾ ഞങ്ങളിവിടെയുള്ള ഒരു നമ്മുടെ കുട്ടിച്ചേട്ടനോട് ഒരാൾ കൗൺസിലിങ്ങിനായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്, കൗൺസിലിംഗ് വന്നല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അവരൊരു ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു കാര്യം ആ വ്യക്തിയെ സംബന്ധിച്ച്, ആ വ്യക്തി MBA പഠനം പൂർത്തിയായില്ല, പൂർത്തിയാകുന്നതിന് മുമ്പ് പഠനം സ്ലോപ്പായി പോയി. അപ്പൊ മാതാപിതാക്കളൊക്കെ പറയാണ്, നീ ഒരു ഭാഗ്യമില്ലാത്തവനാണ്, നിനക്കൊരു അനുഗ്രഹം ഇല്ല. അങ്ങനെ പറഞ്ഞു ഇവന് മനസ്സിന് ഭയങ്കര ഒരു വിഷമം, പഠനം പൂർത്തിയായിട്ടില്ല, ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒത്തിരി വിഷമം. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഈ വ്യക്തി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിലെ ഒരു അച്ഛൻ്റെ കൂടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആളാണ്. വർഷങ്ങളായിട്ട് അച്ഛൻ്റെ കൂടെ ചേർന്ന് നിന്നയാളാണ്. അങ്ങനെ ഈ അച്ഛൻ 8000 രൂപ കുർബാന പൈസ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഇങ്ങനെ കുർബാന പൈസ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വ്യക്തി അച്ഛൻ അറിയാതെ ഈ കുർബാന പൈസ 8000 രൂപയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു മാറ്റി. ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഒരു കുഴപ്പം അന്നേരം ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ഈ വ്യക്തി ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന്റെ നല്ലൊരു വിലയുള്ള മൊബൈൽ ഫോൺ എടുത്തിട്ട് 10-12,000 രൂപയുള്ള ടച്ച് ഫോൺ എടുത്തേച്ച് അദ്ദേഹം അതൊരു 1000 രൂപയ്ക്ക് 1000 രൂപയുടെ ആവശ്യം വന്നാൽ അതങ്ങ് വിറ്റു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന് ഈ വ്യക്തി ഭയങ്കര സങ്കടത്തിൽ വിഷമം, എന്നെ കൊണ്ടൊന്നും പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല, എനിക്കൊരു അനുഗ്രഹം പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചപ്പോൾ നോക്കുകയെ, അനുഗ്രഹത്തിനൊരു വലിയ തടസ്സം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കിടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട നോക്കുകയെ, ഓരോ വ്യക്തികളുടെ ജീവിതവും പരിശോധിച്ചാൽ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തെ അടച്ചു കിടപ്പുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ബൈബിൾ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കിക്കേ. അബ്രാഹത്തോട് ദൈവം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ അബ്രാഹത്തിന് ആ ദൈവാനുഗ്രഹം വന്നു. അതിനുശേഷം പറയുന്ന വാക്കാണ്, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, എങ്ങനെയാണ് അനുഗ്രഹം? ആദ്യം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി, ഈ നിൽക്കുന്ന എനിക്കും, ഇവിടെ ഒരു കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികൾക്കും എല്ലാം അവർക്കൊരു അനുഗ്രഹമാകണം. ആദ്യം വേണ്ട ഒരു അനുഗ്രഹമാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരനുഗ്രഹം. ഹല്ലേലൂയ. അത് വെറുതെ ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് സാധാരണ ഒരു കാര്യമല്ല. അതില്ലാതെ ഒരു വ്യക്തിക്ക് എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും ഒരു അനുഗ്രഹമാകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒത്തിരി കുടുംബ ജീവിതം, കല്യാണം കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ. ഭർത്താവിന് ഇഷ്ടമല്ല, ഭാര്യ ഇഷ്ടമല്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അനുഗ്രഹമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. കാര്യം പൈസയും ജോലിയും ഒത്തിരി പണവും വണ്ടി വാഹനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഒരു അനുഗ്രഹമുള്ള ജീവിതം നയിക്കാൻ പറ്റുന്നില്ലാത്തതിന്റെ കാരണം അവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹത്തിന്റെ കുറവ് അവിടെ കിടപ്പുണ്ട്. അബ്രാഹത്തോട് ദൈവം, ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, അബ്രാഹത്തോട് ആദ്യം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കൊരു അനുഗ്രഹമാണെങ്കിൽ നീ കുറെ കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നീ നിന്റെ ബന്ധുക്കളെയും ഭവനത്തെയും ഒക്കെ വിട്ട് ഞാൻ പറഞ്ഞ നാട്ടിലേക്ക് പോകണം എന്ന്. പക്ഷെ നമ്മളോട് ഇത് എങ്ങനെയായിരിക്കും പറയുന്നത്? നമ്മളോട് പറയും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തു മാറ്റേണ്ട, ഉപേക്ഷിക്കേണ്ടതുണ്ട്. പാപത്തിന്റെ ചില ബന്ധനങ്ങൾ കിടപ്പുണ്ട്. ഒരു വ്യക്തി പറഞ്ഞപ്പോ, ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു, എനിക്ക് ആകപ്പാടെ തടസ്സമായിട്ട് കിടക്കുന്നു, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ മാറും. പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് പോലും എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി കുറച്ച് വർഷങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി അവരുടെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഒരു അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകൊച്ചിനെ ദുരുപയോഗിച്ചു, 2 വർഷങ്ങൾക്ക് മുമ്പ്.
ഒരു കല്യാണമൊക്കെ വന്നപ്പോൾ അവിടെ സ്വന്തക്കാർ ഒരു കുടുംബത്തിൽ ഒരു ലൈംഗിക പാപം വന്നു. ഈ വ്യക്തി ആരോട് കുമ്പസാരിച്ചതിന്റെ കാരണം എന്താണ്? ഇതൊരു ലൈംഗിക പാപമാണത്, പുറത്തുള്ള ഒരാളുടെ അടുത്തല്ല, ഇത് വീട്ടിലുള്ള ഒരാളാണ്. ഇത് ഏതെങ്കിലും വ്യക്തിയോട് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് അവർ ചോദ്യം ചെയ്ത് അവരറിയും, ഇവന് ഒത്തിരി ഭാവനയിൽ ഇങ്ങനെ ചിന്തിച്ചത് പ്രശ്നമാകുമെന്ന് പേടിച്ച് ഇത് കുമ്പസാരിച്ചിട്ടില്ല. ഈ വ്യക്തി വർഷങ്ങൾ കഴിഞ്ഞ് ഈ വ്യക്തിക്ക് എവിടെ ചെന്നാലും തടസ്സങ്ങളും അസ്വസ്ഥതകളും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതാ ഈ വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ കരങ്ങൾ വച്ചപ്പോൾ ഒരു തടസ്സം. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ വ്യക്തി കുനിഞ്ഞിരുന്നുകൊണ്ട് പറയാണ്, ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിന് ഇത്രയും വലിയ പ്രത്യാഘാതം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധിച്ച്, നമ്മൾ നിസ്സാരമെന്ന് കരുതിയ കാര്യങ്ങളിൽ പോലും ദൈവാനുഗ്രഹം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത് എനിക്ക് ധ്യാനത്തിനൊക്കെ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും കണ്ട്, ഇതൊന്നും എനിക്ക് ആരെങ്കിലും പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു തന്നതല്ല, എവിടെയെങ്കിലും പുസ്തകത്തിൽ വായിച്ചതല്ല, എനിക്ക് ആരും ക്ലാസ് എടുത്ത് തന്നതല്ല. ഞാൻ ഈ ഇവിടെ വട്ടത്തോലെ തന്നെ നിന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാ. കണ്ടോ, ഇതാ ഈ വ്യക്തിയുടെ ഈ പാപം കിടക്കുന്നോട് തടസ്സം. ശ്രദ്ധിച്ചോ, അനേകം ആളുകൾക്ക് ഒരനുഗ്രഹമാകാൻ പറ്റുന്നില്ലാത്തതിന്റെ കാരണം ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുക. ഒരാൾ ചുമ്മാ സാധാരണ ആളും പറഞ്ഞു, വാട്ടർ ടാങ്കിനകത്ത് വെള്ളം നിറച്ച് കിടപ്പുണ്ട്. താഴെ ടാങ്കിന്റെ താഴെ ഈ ടാങ്കിൽ നിന്ന് വരാനുള്ള ഒരു വെള്ളത്തിന്റെ പൈപ്പും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്കി വെള്ളമുണ്ട്, പക്ഷെ പൈപ്പ് തുറക്കും വെള്ളമില്ല. അങ്ങനെ ആ ടാങ്ക് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ടാങ്കിലെ വെള്ളം മുഴുവൻ പറ്റിച്ചു നോക്കിയിട്ട് എന്നാ കുഴപ്പമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിന്റെ അപ്പുറത്ത് ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ആ തെങ്ങേന്നൊരു ഈ ചെറിയ ഈ മച്ചിങ്, ഈ ചെറിയൊരു ഇതിനകത്ത് വീണിട്ട് അതിനകത്തൂടെ കയറി പൈപ്പിനിടയ്ക്ക് ബ്ലോക്കായി പോയി. ഇത് അതിന്റെ പ്ലംബിംഗുകാരൊക്കെ വന്നേച്ച് ആകപ്പാടെ പരിശോധിച്ച് ഇങ്ങനെ പൈപ്പിൽ ഇങ്ങനെ അടിച്ചടിച്ച് നോക്കുമ്പോഴാണ് പൈപ്പ് കാലിയാണ്. വെള്ളം തുറക്കുമ്പോൾ ഒന്നും വരുന്നില്ല, പൈപ്പ് ചെറുച്ചേ വെള്ളം വരുന്നുള്ളൂ, പൈപ്പ് കാലിയാണ്. തട്ടി നോക്കി, വെള്ളം ഇടം വരെ നിൽപ്പുണ്ട്, അവിടെ തൊട്ട് വെള്ളമുണ്ട്, താഴേക്ക് വെള്ളം വരുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് മുറിച്ചു. അവിടെ വെച്ച് മൂളി പൂട്ടിയിട്ട് മുറിച്ചപ്പോൾ ഒരു ചെറിയൊരു കാവന്ന് അടഞ്ഞു കിടക്കുവാണ്. നോക്കിക്കാതായി ശ്രദ്ധിച്ച്, ഒരു ടാങ്കിനകത്ത് നിറച്ച് കിണറ്റിന്ന് മണിക്കൂറുകൾ അടിച്ച് പറ്റി വെള്ളം കയറ്റി കിടപ്പുണ്ട്. പക്ഷെ ഇത് പൈപ്പിനകത്ത് വരുന്നില്ല. ഒരു തടസ്സം, ഒരു ചെറിയ അതിനകത്ത് തടസ്സം നിൽക്കുക. ഇതൊരു പൈപ്പിനകത്ത് വെള്ളം വരാതിരിക്കാൻ ഒരു ചെറിയൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് പോലെ അനേകരുടെ ജീവിതത്തിൽ ഒരു ദൈവകൃപ വരാൻ ചില തടസ്സങ്ങളുണ്ട്. അതാണ് MBA ഒരു നല്ലതായിട്ട് MBAക്ക് പഠിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പറയുന്നു, എനിക്ക് പഠനം പൂർത്തിയാക്കി ഇടയ്ക്ക് വെച്ച് സ്ലോപ്പായി പോയി. എന്താ കാരണം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില പാപ മേഖലകൾ വെളിപ്പെട്ട് വരുന്നത്. ഇതാ പൈസ അടിച്ചു മാറ്റി, ഫോൺ അടിച്ചു മാറ്റി, ഇതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഒരു ഫോൺ അടിച്ചു മാറ്റിയാൽ എന്താ എന്റെ പഠിപ്പ് മുടങ്ങുന്നത്? ഞാനൊരു 8,000 രൂപയില്ല, അത് വേണേ അച്ഛനും കൊണ്ട് കൊടുത്താൽ പോരെ. അനുതാപമില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം വ്യക്തികളിൽ അനുഗ്രഹത്തിന്റെ വഴി അടഞ്ഞ കിടക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം വരാനുള്ള വഴികൾ എവിടെയെങ്കിലും അടഞ്ഞു കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. അപ്പൊ ചില ആളുകൾ ശ്രദ്ധിച്ച്, ആ സമയത്ത് ഈ അടഞ്ഞു കിടക്കുന്ന ഈ ഒരു അനുഗ്രഹത്തിന്റെ അടുത്ത് നമ്മൾ ബഹളം വെച്ച് നമ്മൾ വഴക്കുണ്ടാക്കി അനുഗ്രഹം കളയരുത്. അതായത് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ദൈവാനുഗ്രഹം വരാൻ തടസ്സം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ജീവിത പങ്കാളിയുടെ ഒരു മദ്യപാന ഒരു സ്വഭാവ ദൂഷ്യമാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഈ ചേച്ചി അതിന്റെ ശരിയായ അർത്ഥത്തിലല്ല മനസ്സിലായത്. ഈ ചേച്ചി ആ വീട്ടിൽ കിടന്ന് ഈ ഒരു കാര്യത്തെ വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ വചനം കേട്ടുകൊണ്ടിരിക്കും തോന്നും, എന്റെ കുടുംബത്തിൽ ഇന്ന ആളൊരു തടസ്സമായിട്ട് നിൽക്കുകയാണോ? നിങ്ങൾ ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി ഉള്ള അനുഗ്രഹം കൂടെ കെടുത്തരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു തടസ്സമുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ദൈവാത്മാവ് തോന്നിച്ചാൽ നിങ്ങൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി ഒരു പടി കൂടി അനുഗ്രഹം കുറയുമല്ല. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി, ആ നിയോഗത്തിന് വേണ്ടി ത്യാഗത്തോടെ പ്രാർത്ഥിക്കുക. അപ്പൊ ആ വ്യക്തിയുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വരും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അത് പ്രാർത്ഥനയിലേ നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ബഹളം വെച്ചുകൊണ്ട് വഴക്കൂടിയിട്ട് കാര്യം നടക്കില്ല, കൂടുതൽ പ്രശ്നമാകും. അവിടെ നോക്കിക്കേ, നമുക്കൊരു അനുഗ്രഹമാകാൻ കഴിയണം. ഇവിടെ ധ്യാനം കൂടുന്ന ഓരോ വ്യക്തികൾ ഇവിടെയുണ്ട്. ഓരോ കുടുംബജീവിതം നയിക്കുന്നവരും പല ജീവിതാന്തസ്സിൽപ്പെട്ടവരുണ്ട്. നിങ്ങളിൽ നിന്ന് ഈ ദൈവവചനം കേട്ടാൻ ആഗ്രഹിക്കുന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ ആ കുടുംബ വാർഡിൽ പാർത്ത ആ സ്ഥലത്ത് നിങ്ങളൊരു അനുഗ്രഹമായി നിലകൊള്ളണം. ഹല്ലേലൂയ. നിങ്ങൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പള്ളി വികാരി അച്ഛൻ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ വട്ടത്തോയിൽ പോകാറുണ്ട്, പള്ളി വരാറില്ല എന്ന് പറയരുത്. നിങ്ങൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആ മാറ്റം എവിടെ ഉണ്ടാവണം? അത് നമ്മളോട് ചേർത്ത് നിർത്തി നമ്മുടെ ഇടവകയിൽ അതിന്റെ മാറ്റങ്ങൾ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വരണം.
ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ തെളിവ് നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ കാണാൻ ഇടയാകണം. അതാണ് നമ്മളൊരു അനുഗ്രഹമായി മാറണം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിക്കുക. പ്രിയപ്പെട്ടവർ, എന്നാൽ ഇവിടെ ശ്രദ്ധിച്ച്, ഒരു വ്യക്തിയുടെ അനുഭവം ഇങ്ങനെയാണ്. ഒരു കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ 10-24 വയസ്സുള്ളവൻ നന്നായിട്ട് പഠിച്ചു, നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ അവൻ ദൈവത്തോട് അടുത്ത് നിന്നു, നല്ല പ്രാർത്ഥന, ദൈവവചന വായന, ധ്യാനം ഒക്കെ ഉണ്ട്. പക്ഷെ അവന് ജോലിയില്ല. ജോലി കിട്ടാതിരുന്നപ്പോൾ അവന്റെ ഒരു വിശ്വാസമില്ലാത്ത കൂട്ടുകാർ പറഞ്ഞു, എടാ, നിന്റെ ഈ പള്ളിയിൽ പോകും ധ്യാനം നിർത്തിയാൽ തന്നെ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിക്ക് ഇത് കാര്യമുള്ളൊരു കാര്യമാണല്ലോ എന്ന് ചിന്ത വന്നു. ഈ വ്യക്തി ഇത്രയും നാള് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആള്, ധ്യാനങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ആള്, ഇവന് മാത്രം ജോലി കിട്ടിയില്ല. അപ്പൊ ഇവനോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, എടാ, നീ ഞങ്ങളെയൊക്കെ നോക്കും, ഞങ്ങൾ എവിടെയെങ്കിലും പള്ളിയിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. നീ ഞങ്ങളെ നോക്ക്, ഞങ്ങൾ എവിടെയെങ്കിലും കുമ്പസാരിക്കാൻ നീ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ എവിടെയെങ്കിലും കൈവക്കി ശ്രദ്ധിക്കാൻ നീ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്കൊക്കെ ജോലി കിട്ടി. എടാ, പ്രാർത്ഥിച്ച് നീ മണ്ടനായി പോകരുതെന്ന് പറഞ്ഞു. മണ്ടനായി പോകരുത്. ഇവനപ്പൊ ഭയങ്കര ഒരു വിഷമം. പ്രാർത്ഥിച്ചിട്ടാണോ എനിക്ക് ജോലി കിട്ടാത്തത്? ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്. ഈ വ്യക്തി ഇവിടെ വന്നു, ഞാൻ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം ജോലിയില്ല, എല്ലാവരും എന്നെ നോക്കി ഇങ്ങനെ കളിയാക്കാം. നീ പ്രാർത്ഥിച്ചിട്ടാടാ, ഇത് നല്ല 10-24 വയസ്സുള്ള നല്ല പ്രായമാണ്, അടിച്ചു പൊളിക്കേണ്ട പ്രായമാണ്. ഈ സമയത്ത് പ്രാർത്ഥന, അതൊക്കെ 19 വയസ്സ് കഴിഞ്ഞിട്ടാണ് ആത്മീയമായിട്ട് ജീവിക്കേണ്ടത്. നീ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ജോലിയുണ്ട്, നീ നോക്ക്. പറഞ്ഞ നുണയാണോ നോക്ക്. അങ്ങനെ ഇവന് വിഷമം തോന്നി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം, ഒരു ദൈവവചനം ശക്തമായി കിട്ടി. ആ വചനം ഇതാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതാ കുറച്ചാളുകൾ ഇതേപോലെ തന്നെ അഭിപ്രായം പറഞ്ഞു. ഒരു പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ഈ പള്ളിപ്പോക്ക് നിർത്ത്, നീ എങ്ങോട്ടായി പോണത്, ബൈബിളിൽ ഒരു നല്ല വാക്യം. ഇതാ കുറച്ചാളുകൾ മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്, ദൈവമായ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ചില ആളുകളോട് വിശ്വാസമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത ആളുകൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥമാണ്, വെറുതെ സമയം കളയണ്ട. ആ അർത്ഥത്തിൽ സംസാരിച്ചു. അപ്പോൾ ഉടനെ ഈ പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ പറഞ്ഞു, ഇനി മുതൽ പ്രാർത്ഥിക്കാത്തവരും പള്ളി പോകാത്തവരും ദൈവവിശ്വാസം ഇല്ലാത്തവരുമാണ് മിടുക്കന്മാരെന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കും. അപ്പോൾ ദൈവം ഉടനെ ഇടപെട്ടിട്ട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നവരെ ഒരപ്പൻ തന്റെ മകനെ രക്ഷിക്കുന്നത് പോലെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണമാണ്, ഒരു പിതാവ് തന്റെ മകനെ കൈക്ക് പിടിച്ച് രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന് 100 ഇരട്ടി ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ ദൈവം രക്ഷിക്കുക. അതാണ് വിശുദ്ധ ഗ്രന്ഥം മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്. പള്ളിയിൽ പോകുന്നത് വ്യർത്ഥാണ്. നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നത് വ്യർത്ഥമാണ്. നിങ്ങൾ എന്നും ഈ പോകുന്നത് വ്യർത്ഥമാണ്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, വ്യർത്ഥമാണ്, വെറുതെ വേണ്ട, വ്യർത്ഥമാണ്. വചനത്തിലുണ്ട്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം. 2 വാക്ക്, ഒന്ന് വ്യർത്ഥമാണ്, 2 എന്തു പ്രയോജനം. ചില ആളുകൾ നമ്മളോട് ചോദിക്കും, എന്ത് പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടായത്? നിങ്ങളുടെ വീട്ടിൽ എന്ത് മാറ്റം ഉണ്ടായത്? നിങ്ങളുടെ ഭർത്താവിന് എന്ത് ഗുണമുണ്ടായി? നിങ്ങളുടെ മക്കൾക്ക് എന്ത് ഗുണമുണ്ടായി? നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി? എന്ത് പ്രയോജനം എന്ന് ചോദിക്കും. കർത്താവിന്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇങ്ങനെ ചുമ്മാ നടക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? 15-ാമത്തെ വാക്യം. എന്നിട്ട് അവര് പറയാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് കരുതും. എന്ന് പറഞ്ഞാൽ പള്ളിപ്പോക്കുമില്ല, പ്രാർത്ഥനയില്ല, ദൈവാരാധനയില്ല, ഒരു വിശ്വാസമില്ല, അവരിങ്ങനെ പ്രാർത്ഥനയ്ക്കോ കൗൺസിലിങ്ങിനോ കുമ്പസാരം ഒന്നും പോകത്തില്ല, അവരാണ് ഭാഗ്യവാന്മാരെന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുന്നവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവർ നോക്കിയപ്പോ കണ്ടൊരു പ്രത്യേകത, ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുന്നു. അതായത് ഒരു പള്ളിപ്പോക്ക്, പ്രാർത്ഥനയില്ല, ദൈവാരാധനയില്ല, അങ്ങനെ ദുഷ്കർമ്മം വേണ്ടാതിനും ചെയ്ത് നടക്കുന്ന ഒരു അഭിവൃദ്ധിപ്പെട്ട് അവർ അധ്വാനിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്നു, അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നോക്കുമ്പോ അപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. 16-ാമത്തെ വാക്യം, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു, അവർ പറഞ്ഞത് കർത്താവ് കേട്ടു. ഹല്ലേലൂയ. എന്ത് പറഞ്ഞതാണ് കേട്ടത്? പ്രാർത്ഥിക്കുന്നതോട് പ്രയോജനമില്ല, നമ്മളിങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു ഉച്ചവരെ സമയം മാറ്റിവെക്കുന്നതോട് പ്രയോജനമില്ല, ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? ഇതൊക്കെ വെറും വ്യർത്ഥമാണ്. ഇത് കേട്ടു. ഉടനെ ദൈവം പറഞ്ഞ മറുപടി കേട്ടെ. 16-ാമത്തെ വാക്യം, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ
ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു. ഹല്ലേലൂയ. അർത്ഥം മനസ്സിലായോ? എന്താ നോക്കി എഴുതിയിരിക്കുന്നത്? കുറെ ആളുകൾ ഒരുമിച്ച് കൂടി പറയാണ്, ഇതൊക്കെ വ്യർത്ഥമാണ്, പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥമാണ്, കരങ്ങൾ ഉയർത്തുന്നത് വ്യർത്ഥമാണ്, കുമ്പസാരിക്കുന്നതും കുർബാന ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ദൈവം ഉടനെ പറയാണ്, സൈന്യങ്ങളുടെ കർത്താവ് ഇത് കേട്ടിട്ട് പറഞ്ഞു, എന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി, എന്റെ നാമം ധ്യാനിക്കുന്നവർക്ക് വേണ്ടി ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു. അടുത്ത വചനം 17-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. ഹല്ലേലൂയ. ആര്? ഇവിടെ ഇത്രയും പേര് 700-ലധികം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോ ദൈവവചനം പറയാണ്, ഒരു ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ കുറിച്ച് അവർ എന്റേതായിരിക്കും, എന്റേതായിരിക്കും. അടുത്ത വചനം, എന്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും. അടുത്ത വചനം ശ്രദ്ധിച്ചേ, പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒട്ടും നിങ്ങൾ വിഷമിക്കരുത്. ഒരു വ്യക്തി ദൈവത്തോട് അടുത്താൽ, ദൈവത്തോട് കുറെ കൂടി ഐക്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഒരു പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ രക്ഷിക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, അതായത് ഒരു വ്യക്തി, എന്റെ ചെറുപ്പക്കാരൻ 10-20 വയസ്സ് വന്നു, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, അതാ അച്ഛാ പള്ളിയിൽ പോകില്ല, പ്രാർത്ഥന ഇല്ലാത്തവർക്ക് പോലും ജോലി കിട്ടി, അവരെന്നോട് പറയുന്നത് നീ പള്ളിയിൽ പോയിട്ടാ നിനക്ക് കിട്ടാത്തത്, ഇങ്ങനെ പറയുന്നു. പക്ഷെ ഈ വ്യക്തിക്ക് നല്ലൊരു ജോലി വിദേശത്ത് ലഭിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോണ്ട് അന്ന് ജോലി കിട്ടിയ പലർക്കും പലരുടെയും ജോലി പോയി, പല സാഹചര്യങ്ങൾക്കും ജോലി പോയി. ഈ വ്യക്തിക്ക് നല്ല ശമ്പളത്തിൽ അല്പം താമസിച്ചെങ്കിലും നല്ലൊരു ഉയർച്ച അങ്ങോട്ട് വന്നു, നല്ലൊരു ജോലിയായി, മുഖത്ത് സന്തോഷമായി, ആളുടെ ഷേപ്പ് മാറി, കുടുംബത്തിൽ സന്തോഷമായി, അഭിവൃദ്ധിയായി, മാതാപിതാക്കൾക്ക് സന്തോഷമായി. അപ്പോൾ ഈ വ്യക്തി പറയാണ്, അച്ഛാ ഈ വചനം സത്യമാണ്. ഏത് വചനം? ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പിതാവ് തന്റെ പുത്രനെ രക്ഷിക്കുന്നത് പോലെ രക്ഷിക്കും. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, എന്നെ ആ രക്ഷിക്കാനാണ്, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചോ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥന തുടരുമ്പോ, മുടങ്ങാതെ തുടരുമ്പോ, ഒരു പിതാവ് രക്ഷിക്കുന്ന പോലെ, കൈക്ക് പിടിച്ച് ഉയർത്തുന്നത് പോലെ നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് ദൈവം രക്ഷിക്കും. വിശുദ്ധ വചനമാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിക്കാനുള്ള കൃപ കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ച്, നമ്മൾ ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് തമ്മിലടിച്ച് വഴക്കുണ്ടാക്കി ശപിച്ച് കളയേണ്ട ഒരു ജീവിതം അല്ല ഇത്. നിങ്ങൾ അനുഗ്രഹമുള്ള, നിങ്ങൾ ചിന്തിച്ചത് ഒരൊറ്റ ജീവിതമുള്ളൂ, ഒരാൾക്ക് ഒരു ജീവിതമുള്ളൂ ഈ ലോകത്ത്. ഒരു ജീവിതം, ഒരു പ്രാവശ്യം ജീവിക്കാനേ പറ്റുള്ളൂ. 50 വയസ്സ് ഒരിക്കലേ ഉള്ളൂ. 50 വയസ്സ് ജീവിക്കാത്തവർക്ക് 60-ാമത്തെ വയസ്സ് തോന്നുക, 50-ാമത്തെ വയസ്സ് കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാം. പറ്റത്തില്ല. റിഹേഴ്സൽ ഇല്ല, പുറകോട്ടില്ല, മുന്നോട്ടേ ഉള്ളൂ. ഒരു ദിവസം പോയാൽ എന്നേക്കുമായിട്ട് അത് തീർന്നു. ഒറ്റ ജീവിതമുള്ളൂ. എന്നാൽ ഒരു ജീവിതം എന്റെ കുടുംബത്തിലുള്ളവർക്കും എന്റെ ദേശത്തുള്ളവർക്കും അനുഗ്രഹമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. മരുമകൾ വരുമ്പോ വീട്ടിൽ ആകപ്പാടെ പ്രശ്നം. മരുമകളെ കൊണ്ട് വീട്ടിൽ മടുത്തു, മരുമകൾ അമ്മയെ കൊണ്ട്, ഭർത്താവിന്റെ അമ്മയെ കൊണ്ട് മടുത്തു, അപ്പനെ കൊണ്ട് മടുത്തു, അനിയനെ കൊണ്ട് മടുത്തു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹമാകാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, നമ്മുടെ കുടുംബത്തിൽ നോക്കിക്കേ, നമ്മുടെ അനേകം കുടുംബങ്ങളിൽ തമ്മിലുള്ള മിണ്ടാട്ടങ്ങൾ കുറവാണ്. തമ്മിൽ ഒരുമിച്ച് ഭക്ഷണം പോലും കഴിക്കില്ല. ആർക്കും മനസ്സുകൊണ്ട് ഇഷ്ടമല്ല. അകന്നകന്ന് നിൽക്കാനുള്ള കാരണം, എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരും ഒരു അനുഗ്രഹമല്ല. അനുഗ്രഹമുള്ള ഒരു വീടിന്റെ അവസ്ഥ എന്താ? അവിടെ ഒരു പ്രത്യേക ആത്മീയ കൂട്ടായ്മ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷമത്തിലാണെങ്കിൽ ശ്രദ്ധിക്കുക, എന്താ കാരണം അറിയോ? ദൈവാനുഗ്രഹത്തിന്റെ ഒരു കുറവ്. ഈ ദൈവാനുഗ്രഹത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്നറിയാമോ? ദൈവാനുഗ്രഹം അത് ഒരു പടി കൂടെ നമ്മളെ ഉയർത്തും. ചിന്തിക്കും, കരിസ്മാറ്റിക്കാർക്ക് പോരെ ദൈവാനുഗ്രഹം, നമുക്കെന്തിനാ ദൈവാനുഗ്രഹം? ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തി എവിടെ ചെന്നാലും അനുഗ്രഹമായിരിക്കും. അതിനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ 13-ാം അധ്യായത്തിൽ അബ്രാഹത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: അബ്രാഹത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ ഇഷ്ടം പോലെ സമ്പത്ത് കൈവന്നു. ഇഷ്ടം പോലെ സമ്പത്ത്.
ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റാതായി. അപ്പോൾ അബ്രാഹം ഒരു കാര്യം ചെയ്തു. ലോത്തിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഈ സമ്പത്ത് കൂടെ എനിക്ക് നോക്കി നടക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ഇത് വീതം വെക്കാൻ പോവാണ്, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. ഇഷ്ടമുള്ള സ്ഥലം. ലോത്ത് അതിബുദ്ധിമാനായതുകൊണ്ടും ലോത്ത് ഒരു കുറുക്കന്റെ കണ്ണുള്ള ആളായതുകൊണ്ടും ലോത്ത് ഒരു കാര്യം ചെയ്തു. അബ്രാഹം പറഞ്ഞു ഇഷ്ടമുള്ള സ്ഥലം എടുത്തോളാൻ പറഞ്ഞല്ലോ. ലോത്ത് പോയി തെരഞ്ഞെടുത്തത് ജോർദാന്റെ സമതല പ്രദേശം. അവിടുത്തെ പ്രത്യേകത ഇഷ്ടംപോലെ വെള്ളം, നല്ല വളക്കൂറുള്ള മണ്ണ്, ഇതൊക്കെയുള്ള ഏറ്റവും നല്ല മണ്ണ് അങ്ങ് തെരഞ്ഞെടുത്തു. അബ്രാഹം ഇങ്ങനെയാ ചിന്തിച്ചത്, ഇഷ്ടമുള്ളത് നീ എടുത്തു. ലോത്ത് നല്ല സ്ഥലമൊക്കെ തെരഞ്ഞെടുത്തു. അബ്രാഹത്തിന് കിട്ടിയതോ അത്ര നല്ല സ്ഥലമൊന്നുമല്ല. പക്ഷെ ഇവിടെ അത്ഭുതപ്പെടുന്നൊരു കാര്യമുണ്ട്. സ്ഥലം പറ്റിച്ചെന്ന പോലെ ലോത്ത് എടുത്തിട്ടും അബ്രാഹത്തിന്റെ മുഖത്തിന് ഒരു കോട്ടവും വന്നില്ല. എന്റെ സമ്പത്തെല്ലാം കൂടെ അവൻ അടിച്ചുകൊണ്ട് പോയല്ലോ ചിന്തിച്ചില്ല. അബ്രാഹം ലോത്തിന്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ പോയില്ല. ലോത്തുമായി ഒരു വഴക്കുണ്ടായില്ല. ഞാനിങ്ങനെ ദൈവവചനം ധ്യാനിച്ച് എന്തായില്ലോ അബ്രാഹം ലോത്ത് തമ്മിൽ ഒരു വഴക്കുണ്ടാകരുന്നത്. ശരിക്കും അബ്രാഹത്തിന്റെ സമ്പത്തിൽ ലോത്ത് അങ്ങോട്ട് ശരിക്കും നല്ല സ്ഥലം ലോത്ത് എടുത്തിട്ട് എന്താ ഒരു വഴക്കുണ്ടായിരുന്നത്? ശ്രദ്ധിച്ചേ, അബ്രാഹാം വഴക്കുണ്ടാക്കി ഉള്ള അനുഗ്രഹം കളയാൻ പോയില്ല. അബ്രാഹാം വില കൊടുത്തത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്. ലോത്ത് വില കൊടുത്തത് മണ്ണിനും പൈസയ്ക്കും സ്ഥലത്തിനും. രണ്ടുപേരും ജീവിതത്തിൽ സ്ഥാനം കൊടുത്ത രണ്ട് കാര്യങ്ങൾക്കാ. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു നോക്കിക്കേ. അബ്രാഹാം വില കൊടുത്തത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്, ലോത്ത് വില കൊടുത്തത് മണ്ണിനും, ഫലപുഷ്ടിയുള്ള മണ്ണിനും പൈസയ്ക്കും സമ്പത്തിനും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചോ, ലോത്തിന്റെ സമ്പത്തെല്ലാം ഒഴുക്കുവെള്ളം ഇറങ്ങിപ്പോകുന്ന പോലെ ഇറങ്ങിപ്പോയി, ശത്രുക്കൾ പിടിച്ചോണ്ട് പോയി. അബ്രാഹാം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ കാരണം അറിയാമോ? അബ്രാഹാം ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ഒരു വില കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. അബ്രാഹവും ലോത്തും തമ്മിൽ വഴക്കുണ്ടായില്ല. നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം തടസ്സപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് വേണ്ടാത്തതിനും വേണ്ടതിനുമുള്ള പരസ്പരമുള്ള വഴക്കും ശത്രുതയും. ഉള്ളി പൊളിച്ച പോലെയാ പല കുടുംബങ്ങളെയും. ആത്മീയമായി പല കാര്യങ്ങളും പങ്കുവയ്ക്കാൻ തുടങ്ങും. കുടുംബത്തിൽ വലിയ കാര്യപ്പെട്ട പ്രശ്നമൊന്നുമില്ല, ഉള്ളിത്തോല് പൊളിച്ച പോലെ പൊളിച്ചു വരുമ്പോൾ ഒന്നുമില്ല. പക്ഷെ പ്രശ്നവും വൈരാഗ്യവും തമ്മിത്തല്ല്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കത്തില്ല, ആകപ്പാടെ അകന്നകന്നു പോകുന്നു. എന്താ കാരണം? ദൈവത്തിന്റെ അനുഗ്രഹം പരസ്പരം വഴക്കുണ്ടാക്കി തകർക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോൾ ദൈവാനുഗ്രഹത്തിന് കുറവ്. അപ്പോൾ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടത് എങ്ങനെ വരുമ്പോൾ വഴക്കുണ്ടാക്കാന്നല്ല, എങ്ങനെ ഒരു വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാലും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓർത്തു അതില്ലാതാക്കാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. അത് നോക്കി, അബ്രാഹവും ലോത്തും തമ്മിൽ വഴക്കുണ്ടായി എന്നല്ല, സ്ഥലത്തിന്റെ പേരിൽ ഒരു ഉന്തും തള്ളും പോലും അബ്രാഹം ലോത്തും തമ്മിൽ ഉണ്ടായില്ല. വഴക്കുണ്ടാക്കി, ശത്രുതയിലായി, തമ്മിത്തല്ലി, വൈരാഗ്യത്തിൽ കഴിഞ്ഞ് വീട്ടിൽ മക്കളും മരുമക്കളും തമ്മിൽ വഴക്കുണ്ടായി. അനുഗ്രഹത്തെ കെടുത്തി കളയരുത്. ഹല്ലേലൂയ. സ്വരമുയർത്തിയോടൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത. ഇന്ന് നമ്മൾ ക്രിസ്ത്യൻസിന്റെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഇല്ലാത്തതിന്റെ ഒരു കാരണം പരസ്പരം വഴക്കുണ്ടാക്കി, ശത്രുതയിലായി, തമ്മിത്തല്ലി, അനുഗ്രഹത്തെ വിളക്ക് ഊതിക്കെടുത്തുന്ന പോലെ കെടുത്തിക്കളയും. വഴക്കുണ്ടാക്കി കളയരുത്. വഴക്കുണ്ടായാൽ 100 വയസ്സ് വരെ വഴക്കുണ്ടാകാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം ഒന്ന് പറഞ്ഞ് വേറൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്റെ അതേ അഭിപ്രായം ആയിരിക്കില്ല എന്റെ വീട്ടിൽ മറ്റൊരാൾക്ക്, എന്റെ അതേ അഭിപ്രായം ആയിരിക്കില്ല എന്റെ കുടുംബത്തിലെ വേറൊരാൾക്ക്. വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 അഭിപ്രായമായിരിക്കും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അത് വൈരാഗ്യത്തിൽ ചെന്ന് മിണ്ടിയല പറയല ശത്രുതയിലേക്ക് കഴിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഉള്ള അനുഗ്രഹം കൂടെ കുറഞ്ഞു പോകും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഞാനും നിങ്ങളും ഒരനുഗ്രഹമാകാൻ എന്ത് ചെയ്യണം? തമ്മിലുള്ള എല്ലാ ശത്രുതയും വഴക്കും വൈരാഗ്യവും മനസ്സിലുണ്ടെങ്കിൽ അതിനെ കുറച്ച് മനസ്സ് വൃത്തിയുള്ളതായി മാറ്റണം. മനസ്സിനെ വിശുദ്ധീകരിക്കണം. അവിടെ ദൈവം പ്രവർത്തിക്കും. ഒരു കഥ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു രാജാവ് ഇങ്ങനെ പറഞ്ഞു, ഒരു കൊട്ടാരത്തിൽ ഒരു ഭിക്ഷക്കാരൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, 1 മണിക്കൂർ കഴിയുമ്പോൾ രാജാവ് വരും, സ്വർണ്ണമായിട്ടാണ് വരുന്നത്, നീ അവിടെ ഒരുങ്ങി നിന്നോളാൻ പറഞ്ഞു. തിരിച്ച് രാജാവ് 1 മണിക്കൂർ കഴിഞ്ഞ് കൈ സ്വർണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആളുടെ ഉടുപ്പ് പോലും ഒന്നും കഴുകിയിട്ടില്ല. വേണ്ട, ഉടുപ്പ് കഴുകാൻ വേറെ ഉടുപ്പില്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ കയ്യിലിരിക്കുന്ന പാത്രം അപ്പുറത്തെ പൈപ്പിന്റെ ചോട്ടി വെച്ചൊന്ന് കഴുകാലോ, ഇത് പറ്റുന്നൊരു കാര്യമാണ്. അതുപോലും ചെയ്തിട്ടില്ല. ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഒരനുഗ്രഹമാണ്.